പ്രിയപ്പെട്ട കർഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ പ്രോഗ്രസീവ് ഫാർമർ റിതേഷ് ചേട്ടൻ്റെ തോട്ടത്തിലെയാണ്, രാജാക്കാട്ടിലെയാണ്. അപ്പോൾ ഈ ചെടി കാണുന്നത് നമ്മളിപ്പോൾ കൊടക് സുഹാസിനിയാണ്. ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ കൊടക് സുഹാസിനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡ്രൗട്ട് ടോളറൻറ്റ് വെറൈറ്റീസും ഏത് കാലാവസ്ഥയ്ക്കും ഈ ഒരു ചെടി നല്ലപോലെ നമുക്ക് കായ ഉണ്ടാകും. അതുപോലെ തന്നെ പുതിയ ചിമ്പ് നോക്കിയാൽ തന്നെ ചിമ്പ്, ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ചിമ്പ് അകത്തും പുറത്തും ഉണ്ടാകും. കണ്ടോ, അകത്തും ഉണ്ടാകും, തട്ട തിരിഞ്ഞു പോകത്തില്ല, ഇതാ ഇങ്ങനെ അകത്തും ഉണ്ടാകും. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉള്ള ഒരു വെറൈറ്റിയാണ്. പിന്നെ ഈ തണ്ടിന് നാരുകട്ടി കൂടുതലാണ്. പിന്നെ ഇതിനകത്തുള്ള അടുത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിമാവരയുടെ ആക്രമണം കുറവാണ്. അപ്പോൾ ഈ വേരിൽ പെട്ടെന്ന് ഇത് കയറി പിടിക്കത്തില്ല. പിന്നെ ഇപ്പം നമ്മൾ നിലവിൽ ഈ ഒരു ചെടിയിൽ ചെയ്തേക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗിസൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫംഗിസൈഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നെറ്റിവോ ഒരു 80 ഗ്രാമും അതിൻ്റെ കൂടെ വാലിഡാമൈസിന് ഒരു 200 മില്ലിയും ചേർത്തിട്ടാണ്, അതിൻ്റെ കൂടെ ഒരു ഇൻസെക്ടിസൈഡ് ചേർത്തിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇൻസെക്ടിസൈഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കോറോജൻ പോലെ കോമ്പിനേഷനുള്ള ഇൻസെക്ടിസൈഡാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കൊടുത്തതുകൊണ്ട് നമുക്ക് തന്നെ അറിയാം ഈ ഒരു ചെടിയിൽ നല്ലപോലെ ശരം ഗ്രീൻ കളറായി, അതായത് ബാക്ടീരിയൽ വെൽറ്റ് മാറി, അതുപോലെ തന്നെ ആ പോമാരോഗം കംപ്ലീറ്റ് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. വാലിഡാമൈസിനും ഒരു 200 ml, നാറ്റീവോ ഒരു 80 ഗ്രാമും അതിൻ്റെ കൂടെ ക്ലോറൻ ട്രാനിഫോളിയ കോമ്പിനേഷനിലുള്ള ഒരു ഇൻസെക്ടിസൈഡാണ് മെയിനായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ അത് ഒരു 40 ഗ്രാമാണ് ചേർത്ത് കൊടുത്തപ്പോൾ നല്ല റിസൾട്ടാണ്. നെറ്റീവ് മെയിൻ ആയിട്ടെന്ന് പറയുന്നത് ഫംഗസ് കൺട്രോൾ ചെയ്യാനാണ്. ഇപ്പോൾ ഫംഗസിൽ തന്നെ പലതരത്തിലുള്ള ഫംഗസ് ഉണ്ട്. നമുക്കറിയാം ഈ പോമാ രോഗം എന്ന് പറയുന്ന രോഗം ഏറ്റവും പ്രശ്നമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ്. അത് നമുക്ക് പുറത്തിരുന്ന് കാണുമ്പോൾ അറിയത്തില്ല. ഇത് അകത്തിരുന്നാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അകത്തിരുന്ന് പതുക്കെ പതുക്കെ ഇത് ഈ ഫംഗസ് ഡെവലപ്പായി ആ തട്ട തന്നെ ഇല്ലാതായി കളയും. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഫംഗിസൈഡാണ് ഈ നെറ്റിവോ എന്ന് പറയുന്നത്. ബക്ടീരിയത്തിന് കൺട്രോളാണ്, പോമാ രോഗത്തിന് കൺട്രോളാണ്, ഈവൻ ഒരു പരിധിവരെ അളുകൾ തട്ടം പറിച്ചിലും കൺട്രോൾ ചെയ്യാൻ നല്ല ഒരു ഫംഗിസൈഡ് തന്നെയാണ്. വാലിഡാമൈസിൻ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 2 തരത്തിൽ അതിന്റെ ഫംഗ്ഷനാണ്. ഒന്ന്, വാലിഡാമൈസിന് ബാക്ടീരിയൽ വെൽറ്റിന് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഈ ശരത്തിന് ഒരു ഗ്രീൻ കളർ കാണുന്നുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയൽ വെൽറ്റിന്റെ ഇത് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്.